ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള എഗ് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്കിത് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാം. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല, ഞാനിത് 3 രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഏത് രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മൈദയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതൊഴിച്ച് നമുക്കിതൊന്ന് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ടുള്ള പ്ലേറ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാവ് റെഡിയാക്കി എടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കൈവച്ചതുപോലെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മളിത് മാവൊന്ന് കുഴച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. മാത്രമല്ല, നമുക്കിത് പരത്താനും ഒക്കെ ഉരുട്ടിയെടുക്കാനും ബോളാക്കി ഉരുട്ടിയെടുക്കാനും അത് പരത്തിയെടുക്കാനും ഒക്കെ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ കൈ ഒന്ന് വെച്ച് ഇതുപോലെ ഒന്ന് ഇടിച്ചൊന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാള, ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ എല്ലാ ചേരുവകളും കൂടുതലായിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും അതുപോലെ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഞാനിതൊന്നും വഴറ്റിയൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് സവാള, തക്കാളി ഇതൊക്കെ ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മല്ലിയില കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മല്ലിയില താല്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി കറിവേപ്പില ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർക്കണമെങ്കിൽ അതും ആവാം കേട്ടോ. അതുപോലെ ഇത് വഴറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഈസിയാണ് കേട്ടോ, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് മാവൊന്ന് നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. മാവിനെ ഞാനിവിടെ 2ആക്കി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഒരല്പം ഗോതമ്പ് പൊടി ഒന്ന് വിതറി കൊടുക്കാം. മാവ് ചെറുതായിട്ട് ആദ്യം ഞാൻ 2 പോർഷൻ ആക്കിയില്ലേ, അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി അതിനെ ഓരോ ബോൾ ഷേപ്പിലായിട്ട് മാറ്റിയെടുക്കാം. കട്ട് ചെയ്ത് എടുത്തിരുന്നാൽ മതിയാകും. സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉള്ള ആ ഒരു വലിപ്പത്തിൽ, അത്രയും വലിപ്പത്തിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൂരിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലെടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരല്പം മാത്രം മതിയാകും. അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒരെണ്ണം എടുക്കാം. അത് നമുക്കതൊന്ന് പരത്തിയെടുക്കണം. ഇനി പൊടിയിലൊക്കെ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ച് അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിരുന്നാലും മതിയാകും കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനൊരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമാണെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം പൊടി വിതറി കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ഉറപ്പായിട്ട് അത് ചെയ്യണം കേട്ടോ, അത് സ്കിപ്പ് ചെയ്യരുത്. അതൊന്ന് ഒരു വശം ഒന്ന് പിടിച്ച് മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വീണ്ടും പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക.
ഇനി ഇത് മാവിൽ മുക്കിയതിന് ശേഷം നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കരുത്, എങ്കിൽ മാത്രമേ നമുക്കത് നല്ല ലെയറായിട്ട് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു തവയിലിട്ടൊന്ന് ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിലത് രണ്ട് വശം പെട്ടെന്ന് തന്നെ അതൊന്ന് ഡ്രൈ ആയി മുരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് അതിൻ്റെ ലെയറൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ ആ ഒരു ലെയറൊക്കെ ഫോമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം പൊടി വിതറി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പുറത്ത് പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിരുന്നാൽ മതിയാകും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കൂടെ വേണമെങ്കിൽ ഓയിൽ, അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മിക്സ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ മറുവശത്തുള്ള ലെയർ ആ ഭാഗത്തും കൂടി നമുക്കിതുപോലെ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇനി വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. മാത്രമല്ല മുട്ട നമ്മളിതുപോലെ ആക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് കറി എന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇനി ഇതിൻ്റെ മുകളിലും കൂടി നമുക്ക് ആ മുട്ടയുടെ മിക്സ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഓയിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓരോ ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ മുട്ടയുടെ ഈ ഒരു മിക്സ് ഒഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഓയിൽ വെക്കുക. എന്നിട്ട് മാത്രമേ ഇതൊക്കെ ഒഴിച്ച് കൊടുക്കാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ രണ്ട് വശമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് നിങ്ങൾക്കത് വേവിച്ച് മൊരിയിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ബട്ടറോ നെയ്യോ ഒക്കെ പുരട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് കൂടി ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചപ്പാത്തി മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തിക്ക് പരത്തും പോലെ റൗണ്ടിൽ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ചപ്പാത്തിയും പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാവൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് അതൊന്ന് പ്രസ്സായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് സൈഡ് പ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മളിത് ഇടുമ്പോൾ തന്നെ അത് വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. രണ്ട് വശവും ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കിത് എല്ലാ സൈഡും ഒരുപോലെ തന്നെ ഇളക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു കത്തിയോ സ്പൂണോ വെച്ചിട്ടൊന്ന് സൈഡൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഒരു ഗ്ലാസ്സിലാണ് ഞാൻ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കത് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ മുട്ടയുടെ മിക്സോ ഓയിലോ ബട്ടറോ ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു വശം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറുവശം കൂടെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതും ഈസി മെത്തേഡാണ് കേട്ടോ. കാരണം നമുക്ക് വളരെ എളുപ്പം തന്നെ അതിനുള്ളിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്ത് ഇത് സ്റ്റഫ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് വശവും തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതൊന്നും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. 4ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെയൊക്കെ ടിഫിനിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും, കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഞാനിവിടെ 1-2 ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്പം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം വേവിച്ചെടുത്ത ചപ്പാത്തി ഒരുപാട് നമ്മൾ സാധാരണ ചപ്പാത്തി വേവിച്ചെടുക്കുന്ന അത്രയും വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഹാഫ് വേവ് മതിയാകും. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. മീതെ നമുക്ക് ഒരു ചപ്പാത്തി കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിലോ ബട്ടറോ തേച്ച് കൊടുക്കാം.
അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മിക്സ് തന്നെ തേച്ച് കൊടുക്കാം. ഞാനിതിൽ ഇനി മുട്ടയുടെ മിക്സ് കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് വിട്ട് പോവാതെ ഒന്ന് നന്നായിട്ട് അത് ഒട്ടിയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡിലൊക്കെ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ വെന്ത് കിട്ടുമ്പോൾ അത് നന്നായിട്ട് തന്നെ സ്റ്റഫായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കും കൂടെ ബാക്കിയുള്ള മുട്ട കൂടി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ച് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം മറുവശത്തും ഇതുപോലെ തന്നെ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഓയിലോ ബട്ടറോ തേച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. 3 രീതിയിലും നല്ല എളുപ്പമാണ്. ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ലാസ്റ്റിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.